അച്ഛാ, വാ. അച്ഛാ, മോൾ എന്തിനാ കരയുന്നേ? അച്ഛന്റെ അസുഖമൊക്കെ മാറിയില്ലേ? എന്നാലും ഞങ്ങളെല്ലാരും എന്തുമാത്രം വിഷമിച്ചു. അച്ഛനില്ലാതെ ഈ ലോകത്ത് ജീവിക്കേണ്ടെന്ന് വരെ തീരുമാനിച്ചു. അങ്ങനെയൊന്നും പറയോ ചിന്തിക്കുക പോലും ചെയ്യരുത് മോളെ. എല്ലാവർക്കും എല്ലാ കാലത്തും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ഓരോ പ്രകൃതി നിയമങ്ങളില്ലേ? നമ്മുടെയൊക്കെ ജീവിത കഥയുടെ സ്ക്രിപ്റ്റ് ദൈവത്തിന്റെ കയ്യിലാണ് ഉള്ളത്. സ്ക്രിപ്റ്റും ഡയറക്ടറും ഒക്കെ അവിടുന്ന് തന്നെ. കട്ട് പറയുമ്പോ ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറിക്കൊള്ളണം. പിന്നെ പാക്കപ്പ് പറയുമ്പോ പോയേ പറ്റൂ. അങ്ങനെ പറയില്ലേ അച്ഛൻ. മോൾ അച്ഛന്റെ അസുഖത്തിൽ എത്രമാത്രം വിഷമിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മോൾ ഈ അച്ഛന് എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് വൈകിയേ എനിക്ക് മനസ്സിലായത്. തരാൻ കഴിയുമായിരുന്നിട്ടും ഞാൻ നിനക്ക് തരാതെ പോയ സ്നേഹം, ഇക്കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. അങ്ങനെയൊന്നും പറയില്ലേ അച്ഛൻ. അച്ഛൻ എന്തെങ്കിലുമൊക്കെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. മോളെ, എനിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നതും ഞാൻ വീണതും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എന്റെ മോൾക്ക് അച്ഛനോടുള്ള സ്നേഹത്തിന്റെ ആഴം അറിയാൻ ദൈവം എനിക്ക് വരുത്തിയതാ ഈ അസുഖം. ഇപ്പോ എനിക്ക് ലേശം കുറ്റബോധമുണ്ട്. മോളെ തിരിച്ചറിയാൻ അച്ഛൻ കുറച്ച് വൈകിപ്പോയി എന്ന കുറ്റബോധം. സർ. ആ രാജു, സത്യം പറഞ്ഞ എനിക്ക് ബോധമൊന്നുമില്ലായിരുന്നു. ഞാൻ ഏതൊരു ഗുഹയിലെ കിടങ്ങിൽ വീണ് കിടക്കും പോലെ എനിക്ക് തോന്നിയത്. ഇപ്പൊ ഓർമ്മ വരുന്നത് കൊടൈക്കനാലില് ആ ഗുണ കെവനിയ ഡെവിൾസ് കിച്ചൺ. മരിച്ചിട്ട് അത്ഭുതകരമായി തിരിച്ചു വന്നവനാണ് ഞാൻ. എന്റെ കുടുംബം എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. നിങ്ങളോടൊന്നും നന്ദി പറയുന്നത് ശരിയല്ല, പക്ഷേ എല്ലാവർക്കും നന്ദി. കരുതലോടെ കാവലായിട്ട് നിന്ന എന്റെ മകൾക്കും രാജുവിനും യാമിനിക്കും ശേഖരനും അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും എന്റെ നന്ദി. നീ മറ്റൊരാളെ വിട്ടുപോയി. സോറി. ആ ഹോം നേഴ്സല്ലേ, അവര് നമ്മുടെ കുടുംബാംഗമല്ലല്ലോ, അതാ വിട്ടുകളഞ്ഞത്. പക്ഷെ അവരാണ് സത്യത്തിൽ അച്ഛന്റെ ഹൃദയത്തിന്റെ ഉടമ. അച്ഛത് മറക്കുക. ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ വേണം. ഇതാണ് കൂടുമ്പോ ഇമ്പം ഉണ്ടാവുന്ന കുടുംബം. എല്ലാവരും തമ്മിലുള്ള ഈ സ്നേഹമാണ് എന്റെ ശക്തി. ഇങ്ങനെ ഐക്യത്തോടെ വേണം നമ്മുടെ കുടുംബം മുന്നോട്ട് പോകാൻ. പിന്നെ ഒരു ഐക്യരാഷ്ട്രസഭ. മോനെ, നിനക്ക് അപകടം പറ്റി വീഴുന്ന അന്ന് മുതല് നിനക്ക് പൊതുജീവൻ കിട്ടുന്നത് വരെ എന്റെ ഉള്ളില് എന്തൊരു തീയായിരുന്നു അറിയൂ. പക്ഷേ എനിക്ക് ചേച്ചിയോട് ചില പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ കള്ളക്കളിയൊക്കെ ഏട്ടന് മനസ്സിലായെന്ന് തോന്നുന്നു. ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പ്രതാപ, എന്തായാലും ചെയ്തത് ഇത്തിരി മോശമായി പോയി. ഞാൻ വീണ് കിടക്കുമ്പോൾ ചെയ്തത് അത് ഓർക്കുമ്പോഴാ പ്രയാസം. പ്രതാപ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. പാർട്ടി എന്നെ നിർബന്ധിച്ചപ്പോഴാ ഞാൻ മന്ത്രിയാവാന്ന് സമ്മതിച്ച്. ചേച്ചി മന്ത്രിയായാലൊന്നുമല്ല,
അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ചേച്ചി മന്ത്രിയായപ്പോ എന്തുകൊണ്ടാ PA സ്ഥാനത്ത് നിന്ന് രാജുനെ മാറ്റിയത്? അതാ എനിക്ക് സങ്കടവും പരിഭവവും. ഇവനും ഞാനും തമ്മിലുള്ള സ്നേഹം ഒരു മരുമകളിൽ നിന്നും അപ്പുറത്തേക്കാ. നീ ആ കാര്യത്തില് ചേച്ചിയോട് പരിഭവിക്കണ്ട. ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ആലോചിച്ചതാ. പക്ഷെ നിന്നെ അനുസരിക്കുന്ന പോലെ രാജു എന്നെ അനുസരിക്കില്ല. ആ, അതെന്തെങ്കിലും ആവട്ടെ. ശരാ ഏട്ടാ, ബിസിനസ് കാര്യങ്ങളിലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല ഏട്ടാ, ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നീ കിടപ്പിലായതുകൊണ്ട് ബിസിനസ് കാര്യങ്ങള് ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കട്ടുമുടിക്കുന്നവനെ തല്ലി ശരിയാക്കണം. ഇവര് എന്നെ തല്ലിയ കാര്യം ഏട്ടനോട് പറയണോ, അല്ലെങ്കിൽ വേണ്ട? എല്ലാവരും ചേച്ചിയെ കണ്ടു പഠിക്കണം. വീട് നന്നായാലേ നാട് നന്നാവൂ. ചേച്ചി വീടിനും നാടിനൊരു മാതൃകയാണ്. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാം. എനിക്കുള്ള ഭക്ഷണം മോള് റൂമിൽ കൊണ്ടുവരും. മോന് ചേച്ചി ആഹാരം കൊണ്ടുതരാം. ചേച്ചി ഇപ്പൊ ഒരു മിനിസ്റ്ററാണ്. ആ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി.